കണ്ണൂർ പയ്യന്നൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മാതമംഗലം സ്വദേശി അനില, സുഹൃത്ത് സുദർശന പ്രസാദ് എന്നിവരാണ് മരിച്ചത്. അനിലയെ കൊലപ്പെടുത്തി ഇയാൾ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെയാണ് സമീപത്തെ വീട്ടുകാർ മാതമംഗലം സ്വദേശി അനിലയെ അന്നൂർ കൊരവയലിലെ ബെറ്റിയുടെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ ഡൈനിങ് ടേബിളിന് സമീപം മൃതദേഹം തറയിൽ കിടന്ന അവസ്ഥയിലായിരുന്നു. വീട്ടുടമസ്ഥർ സ്ഥലത്തില്ലാത്തതിനാൽ വീടിന്റെ പരിചരണത്തിന് സുദർശന പ്രസാദ് എന്ന ഷിജുവിനെ ഏൽപ്പിച്ചിരുന്നു. ഇയാളെ മറ്റൊരിടത്ത് ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിലാക്കിയെടുത്തോളം അവർ മാതമംഗലത്തിനപ്പുറത്തുള്ള കോയിപ്ര എന്ന് പറയുന്ന ഭാഗത്താണ് അറിയുന്നത്. അത് സംബന്ധിച്ച് അവരുടെ മേലുവിലാസം സംബന്ധിച്ച് അവരുടെ എവിടെ താമസത്തെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും ധാരണയില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ഒന്നിൽ കൂടുതൽ പേർ കൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും മരിച്ച അനിലയുടെ സഹോദരൻ അനീഷ് പറഞ്ഞു. അവിടെ മൊബൈൽ ഇപ്പോൾ അവളെ ലൊക്കേഷൻ കാണിക്കുന്ന വെള്ളോറയാണ്, അവളെ നാട്ടിൽ തന്നെ. അപ്പോൾ ഇത് ചെയ്തത് ഒരു വ്യക്തിയല്ല. ഇതിനിടയിൽ പിന്നെ അവൻ്റെ സഹായത്തിൽ ആരോ 2-3 പേര് ഇതിനിടക്കുണ്ടായിട്ടുണ്ട്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ഷിജു ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ സംശയം. ഇവർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ പെൺകുട്ടിയെ കാണാതായതിന് പെരിങ്ങോം PS-ലൊരു കേസുണ്ട്. മൊത്തം 3 കേസുകളുണ്ട്. മറ നീങ്ങാനുള്ള ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. പോലീസും ഫോറൻസിക് സംഘവും ഉൾപ്പെടെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തുന്നു. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.